കേരള പോലീസിലെ മർദ്ദക വീരന്മാർക്കെതിരായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അങ്ങോളം ഇങ്ങോളം മർദ്ദനം അനുഭവിച്ചവരുടെ പരാതികൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് പൊതുജന സമക്ഷത്തിൽ അത് ഓരോന്നോരോന്നായി ഇപ്പം വരുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ പോലീസിന് ക്ഷീണം തന്നെയാണ്. കേരളത്തിലെ പോലീസിലെ കുറേ ആൾക്കാർ മർദ്ദക വീരന്മാരാണ് എന്നുള്ള തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിലേക്കൊക്കെ നടപടികൾ അവർ സ്വതന്ത്രമായിട്ട് പലരും അത് ചെയ്തെങ്കിലും എങ്ങും എത്താതെ കിടക്കുന്ന ധാരാളം കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഇനിയിപ്പം അതിന് പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. കാരണം ഗവൺമെൻറ് അടിയന്തരമായി പോലീസിനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അതിൻ്റെ അന്വേഷണം കൃത്യമായിട്ട് കേസെടുത്ത് നടത്തി അവർക്കെതിരായിട്ട് അതിശക്തമായ നടപടിയിലേക്ക് നീങ്ങിയെങ്കിൽ മാത്രമേ കേരള പോലീസിൻ്റെ ഇമേജ് വർദ്ധിക്കുകയുള്ളൂ. കേരളത്തിലെ ഒരു 15-20% ആൾക്കാർ ഇതുപോലെ മർദ്ദക വീരന്മാരുമാണ്, കൈക്കൂലി വാങ്ങുന്നവരുമാണ്, പൊതുജനങ്ങളെ അകാരണമായി ഉപദ്രവിക്കുന്നവരുമാണ്. അതിനുള്ള തെളിവുകൾ ഓരോന്നോരോന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് കുന്നംകുളത്തെ ശുചിത്തിൻ്റെ കേസ് നമുക്ക് മനസ്സിലായി. CCTV ദൃശ്യം വെളിയിൽ വന്നതോടുകൂടി അതിനെ എതിരാടാൻ ഒരു മേലധികാരിക്കും പോലീസിനും ഗവൺമെൻറ്റിനും കഴിയാതെ വന്നിരിക്കുന്നു. ആ CCTV ദൃശ്യം സത്യം പറഞ്ഞു ഒരാളെ എങ്ങനെയാണ് പോലീസ് മർദ്ദിക്കുന്നത്, എന്ത് ന്യായീകരണം പറഞ്ഞാലും ശരി, ദേഹത്ത് കൈ തൊടാൻ പോലീസിന് അവകാശമില്ല എന്നുള്ള പ്രാഥമികമായ അറിവ് പോലും ഇല്ലാത്ത കുറേ ആൾക്കാർ കേരളത്തിലെ പോലീസ് സേനയിലുണ്ട്. അടിയന്തരമായി ചില ഘട്ടങ്ങളിലൊക്കെ പോലീസ് ഇതുപോലെ പെരുമാറും. അത് ഗുണ്ടകൾക്കെതിരായിട്ടാണ്, ഗുണ്ടകളെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ സാധാരണക്കാർ പരാതിയുമായിട്ട് വരുന്നവർ അവരോട് ഈ രീതിയിലുള്ള വൈരാഗ്യം വെച്ചും അല്ലെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചും അല്ലെ സാമ്പത്തിക നേട്ടത്തിനുമായി അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി, പിന്നെ നിയമത്തിൽ അജ്ഞതയുണ്ട് കൊണ്ട് ചെയ്തു പോകുന്നതും അങ്ങനെ രീതിയിലുള്ള കുറേ ആൾക്കാർ കേരള പോലീസിലുണ്ട് എന്നിപ്പം നമുക്ക് വ്യക്തമായി. അത് മറച്ചു വെക്കാനായിട്ട് കഴിയില്ല പോലീസിനും അതുപോലെ ഗവൺമെൻറ്റിനും. ഇപ്പോൾ കോന്നിയിലെ സംഭവം ഇപ്പം പുറത്തേക്ക് വരുന്നു. അത് ആലപ്പുഴ DYSP ആയിരിക്കുന്ന മധു ബാബുവിനെതിരായിട്ടുള്ള പല സംഭവങ്ങളും കേരളത്തിൽ അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലെല്ലാം ഭീകരമായിട്ട് മർദ്ദിച്ചു എന്നതിന് അനുഭവിച്ചവർ അവരെല്ലാവരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായിട്ട് DYSP മധുബാബുവിനെതിരായിട്ട് ഗവൺമെൻറ് നടപടി എടുത്തേ വെക്കുള്ളൂ. അദ്ദേഹം ഒരു സീനിയർ DYSP ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നു, എല്ലാ സ്ഥലങ്ങളിലും ഇരുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മർദ്ദനമേറ്റ് ഇന്നും മോശമായ കണ്ടീഷനിൽ ജീവിക്കുന്ന ധാരാളം പേരെ കാണുന്നു. CCTV ദൃശ്യങ്ങൾ പലർക്കും ലഭിച്ചിരിക്കുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും കോന്നിയിലെ സംഭവത്തിലാണ് ഒരു പരാതി ഇപ്പം SFI ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന ജയകൃഷ്ണനെ അതിക്രൂരമായി അദ്ദേഹം മർദ്ദിച്ചിരിക്കുന്നു. അത് അന്ന് അദ്ദേഹം കോന്നി CI, ഇന്ന് ആലപ്പുഴയിൽ DYSP ആണ് അദ്ദേഹം മധുബാബു. അദ്ദേഹത്തിൻ്റെ പല സ്ഥലങ്ങളിലിരുന്ന പ്രവൃത്തികൾ പൊതുജനങ്ങൾക്ക് എതിരെ നീങ്ങിയ പല നടപടികളും ഇന്ന് വിവാദമായി അതിനെതിരായിട്ട് നടപടിയിലേക്ക് നീങ്ങുന്നു. ഗവൺമെൻറ്റും നീങ്ങാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം തൊടുപുഴ DYSP ആയിരിക്കുമ്പോൾ അവിടെ ഒരാളെ അതിക്രൂരമായി മർദ്ദിച്ച ഒരു ചരിത്രം അദ്ദേഹം തന്നെ TV പറയുന്നുണ്ട്. ആ മുരളി എന്ന് പറയുന്ന മലങ്കരക്കാരൻ, തൊടുപുഴ അടുത്ത് മലങ്കര ഡാമൊക്കെ ഉണ്ട്, അതിനടുത്തുള്ള VK മുരളീധരനാണ് ഇത്ര ഭീകരമായ മർദ്ദനം ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിനെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അദ്ദേഹം ഒരു കസേരയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം കയറി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ വയർലെസ് സെറ്റ് വെച്ച് എറിഞ്ഞു. അദ്ദേഹം കസേരയിൽ നിന്ന് താഴെ വീണു. അദ്ദേഹത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിട്ടിൻ്റെ അടിച്ചു. അദ്ദേഹത്തിനെ ചവിട്ടി 3-4 പ്രാവശ്യം. അതിക്രൂരമായി ഇങ്ങനെയുള്ള മർദ്ദനം ചെയ്ത് മാനസിക രോഗം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു DYSP റാങ്കിലെത്തിയ ഒരാൾ പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തായാലും തൊടുപുഴ DYSP ആയിരിക്കുള്ള അതിക്രൂരമായ ഒരു മർദ്ദനത്തിൻ്റെ കഥ ഇപ്പം വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. VK മുരളീധരനാണ് ആ ബൂട്ടിട്ട് ചവിട്ടി അദ്ദേഹത്തിൻ്റെ തറയിൽ വീഴ്ത്തി അദ്ദേഹത്തിൻ്റെ കർണപുടം അടിച്ചു പൊട്ടിക്കുകയും ചെയ്തിരിക്കുന്നു. 325 ഗ്രീവിയസ് ഹർട്ട് വന്നിരിക്കുന്നു ആ കാര്യത്തിൽ. അതുകൊണ്ട് അതിനെതിരായിട്ട് ഇനിയെങ്കിലും നടപടിയെടുത്തേ പറ്റുള്ളൂ ഗവൺമെൻറ്റിന്, അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ മൊഴി വാർത്ത അടുത്ത കേസ് അദ്ദേഹം ഇത് ഡിഫെൻഡ് ചെയ്യാണ്ട് പല കേസുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പം വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്ന ആ ഭീകരമായ ക്രൂരമായ മർദ്ദനത്തിന് പോലീസിന് ചെയ്യാനുള്ളത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് റിവീൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് ഒരു കേസെടുക്കാനേ നിവൃത്തിയുള്ളൂ. അതുപോലെ SFI ജില്ലാ പ്രസിഡൻ്റായിരുന്ന ജയകൃഷ്ണനെ
ഇദ്ദേഹം ഈ DYSP അന്ന് കോന്നി സ്വീകരിക്കുമ്പോഴുള്ള ഭീകര മർദ്ദനത്തിൻ്റെ കഥയും വിളിച്ചോട്ട് വന്നിട്ടിരിക്കുന്നു. പാർട്ടിയുടെ DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആ വ്യക്തിയാണ് മർദ്ദിച്ചിരിക്കുന്നത്. അന്ന് UDF കാലഘട്ടമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. UDF ആയാലും LDF ആയാലും ശരി, പോലീസിനെ മർദ്ദിക്കുന്നവരെ കൺട്രോൾ ചെയ്യേണ്ടത് അതാത് ഗവൺമെൻറ്റുകളാണ്. അവരെ അങ്ങനെയുള്ള കീ പോസ്റ്റിലൊന്നും ഇരുത്താൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ട്രെയിനിങ് ആണ് ആവശ്യം. അവർ എന്തുദ്ദേശത്തിലാണ് ഒരു പൗരൻ്റെ ദേഹത്ത് കൈവെക്കുന്നത്? വെറും പെറ്റീഷനായിട്ട് വരുന്നവരും ചെറിയൊരു പെറ്റി കേസുമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു പെറ്റി കേസ് ഒഫൻസുള്ള കാര്യത്തിന് ഇത്ര ക്രൂരമായ മർദ്ദനം എങ്ങനെ നടത്താൻ ഇവർക്കൊക്കെ തോന്നുന്നു എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ കോന്നി സംഭവം അതുപോലെ തന്നെ തൊടുപുഴ സംഭവം ഒക്കെ DYSP മധുബാബുവിന് എതിരായിട്ടുള്ള ആരോപണം അതിശക്തമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ചേർത്തല SI ആയിരിക്കുന്ന സന്ദർഭത്തിൽ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ഒരാളെ അവിടെ ഭീകരമായിട്ട് മർദ്ദിച്ചിരിക്കുന്നു. അയാൾ കയർ ഫാക്ടറിയിൽ നിന്നുണ്ടാകുന്ന വിഷാംശം കലർന്ന അന്തരീക്ഷവും അല്ലെങ്കിൽ അവിടെയുള്ള പരിസര മലിനീകരണത്തിനൊക്കെ എതിരായിട്ട് ശബ്ദിച്ച ആളാണെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹം കൊടുത്ത കേസ് ഇദ്ദേഹം ഭീകരമായിട്ട് അദ്ദേഹത്തിനെ മർദ്ദിക്കുകയും ചെയ്തു. 2007 ഇദ്ദേഹത്തിനെതിരായിട്ട് കേസെടുക്കണമെന്ന് അന്നത്തെ SP പറയുകയും ചെയ്തിരുന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 3 മാസം ജയിലിൽ കിടന്ന ഒരാളും DYFIയുടെ ജയകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കാലിനും ചില പരിക്കുകളൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട SP ഹരിശങ്കർ ഇതിനെതിരായിട്ട് ഒരു നടപടി എടുക്കണമെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഗവൺമെൻറ് കൊടുത്തിരുന്നു. അതും അവിടെ സപ്രസ് ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ നിർമ്മാതാവ് ഷീല കുര്യൻ എന്ന് പറഞ്ഞ ആലപ്പുഴയിൽ അവരെ മോശമായി ചീത്ത വിളിക്കുകയും അവഹേളിക്കുകയും ചെയ്തെന്നുള്ള പരാതി നിലനിൽക്കുന്നു. അവർ എറണാകുളത്ത് ഒരു സിനിമാ നിർമ്മാതാവിന് 60 പവൻ്റെ ഗോൾഡ് പണയം വെച്ച് പണം കൊടുത്തിരുന്നു, സഹായിച്ചിരുന്നു. അത് 4 വർഷം മുമ്പാണ്. അന്നേരം ആ ഫിലിം നിർമ്മാണത്തിനാണ് ഷീല കുര്യൻ ഈ പണം അയാൾക്ക് കൊടുത്ത പണം ലഭിച്ചില്ല. ഇതുവരെ ആ പണത്തിന് വേണ്ടി അവിടെ എറണാകുളത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കുകയും അവിടെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അവർ ആ കേസ് ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ ആ മാറ്റർ ആലപ്പുഴ ട്രാൻസ്ഫർ ചെയ്തെന്നാണ് മനസ്സിലായത്. കാരണം ഇവരുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ആലപ്പുഴയാണ്. അത് പണം കിട്ടാതെ വന്നപ്പോഴാണ് അവർ എറണാകുളം ACPക്ക് ഒരു പരാതി കൊടുത്തെങ്കിലും ആ പരാതി പിന്നീട് ആലപ്പുഴയിലേക്ക് അവരുടെ അക്കൗണ്ടിൽ കൂടെ പണം മാറിയിരിക്കുന്ന ആലപ്പുഴ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തു. അത് നൗഷാദ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ ഫിലിം നിർമ്മിച്ചതെന്ന് മനസ്സിലാകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ടോക്ക് ഇവർ ഹാജരാക്കിയിട്ടുണ്ട്. 2025 ഫെബ്രുവരി 20 രാത്രി 7:35 വാട്സാപ്പിൽ കൂടെ ഇവരെ അസഭ്യം പറയുന്നതാണ് ആ നിർമ്മാതാവിൻ്റെ ഭാര്യ. ആ ഒരു പരാതിയും അവിടെ ചെന്നിട്ടുണ്ട്. ആ കഴുത്തിനെ സംബന്ധിച്ച് ആലപ്പുഴ DYSPയുടെ മുമ്പിൽ ചെന്നപ്പം അദ്ദേഹം ഇവരെ അവഹേളിച്ചു, അസഭ്യവാക്യം പറഞ്ഞ് ചീത്ത വിളിച്ചു എന്നിവിടെ ആണ് DYSP മധുബാബുവിനെതിരായിട്ടുള്ള പരാതി വരുന്നത്. വളരെയധികം അർദ്ധകരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അവിടെ ഇവിടുന്നെല്ലാം പരാതികൾ യഥാർത്ഥത്തിൽ പൊങ്ങി വരുന്നുണ്ട്. കോട്ടയത്ത് തന്നെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ ഒരാളെ ഭീകരമായിട്ട് മർദ്ദിച്ച കേസും വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലിൽ ഊട്ടിട്ട് ചവിട്ടിയിട്ട് 2 വിരലറ്റുപോയി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിരൽ 2 ഇല്ല. 326 326 എത്തിക്കഴിഞ്ഞു. ഗ്രീവിയസ് ഹർട്ടാണത്. അതിനെതിരായിട്ടും നടപടി വേണ്ടി വരും. കാരണം ധാരാളം ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ അവിടെ ഇവിടെ ഈ മർദ്ദക വീരന്മാർ ആൾക്കാരെ മർദ്ദിച്ചതിൻ്റെ കഥകൾ വെളിയിലോട്ട് വരുന്നു. നിയമപരമായിട്ടൊക്കെ നടപടി എടുക്കാതിരിക്കാൻ സർക്കാരിന് കഴിയില്ല. ഈ കാര്യത്തിൽ അത് കൃത്യമായ നിയമ നടപടി ഇനി എടുക്കണം. കാരണം സർക്കാരിന് ഇതുപോലെ പൊതുജനങ്ങളെ മർദ്ദിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സാമ്പത്തിക നേട്ടത്തിനും രാഷ്ട്രീയ നേട്ടത്തിനും അവരുടെ പ്രൊമോഷന് ലഭിക്കുന്നതിനും വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തടഞ്ഞേ സർക്കാരിന് കഴിയുള്ളൂ. അതുകൊണ്ട് DGP അതുപോലെയുള്ള മേലുദ്യോഗസ്ഥന്മാർ കൃത്യമായി ഇതിലേക്ക് നടപടിയിലേക്ക് നീങ്ങണം. പൊതുജനങ്ങളുടെ ഇതുപോലെയുള്ള ഉപദ്രവിക്കുന്ന ആൾക്കാരെ കീ പോസ്റ്റിൽ നിന്ന് നിർത്തണം. ഇവരെ ആരെയും ലോ ആൻഡ് ഓർഡർ പോസ്റ്റിൽ ഇരുത്താൻ പാടില്ല. ഇവിടെ 22ഓളം ആൾക്കാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും DYSPമാരെയും CIമാരെയും സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത ചരിത്രം നമുക്കറിയാം. 508 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള നടപടികൾ നടക്കുന്നുണ്ട്. എന്തായാലും 108 പേരെ റിമൂവ് ചെയ്തെന്ന് പറയുന്നുണ്ട്. 22 പേരെ റിമൂവ് ചെയ്തതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നല്ല നടപടി, അതുപോലുള്ള നടപടികൾ വേണ്ടി വരും സർക്കാരിന് ഇനിയും. കാരണം 10-15% കേരളത്തിലെ പോലീസിൽ നിന്ന് ഇതുപോലുള്ള ക്രിമിനലിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസിൻ്റെ ഇമേജ് വർദ്ധിക്കും, സർക്കാരിൻ്റെ ഇമേജ് വർദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.